ഹായ്, ഞാൻ ഡോക്ടർ ക്രിസ്റ്റഫർ, നിങ്ങളുടെ പാത്തോഡോക്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്ക് HbA1c നോർമലായിട്ടും ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ HbA1c ഡയബറ്റീസ് ഇല്ലാത്തവരിൽ കൂടുതലായി കാണാമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ടെസ്റ്റും എല്ലാ മനുഷ്യരിലും ഒരുപോലെയല്ല നിർവചിക്കപ്പെടുന്നതും വ്യാഖ്യാനിക്കേണ്ടതും. അതുപോലെ തന്നെയാണ് HbA1cയുടെ കാര്യത്തിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. HbA1c എന്ന് പറഞ്ഞത് നമ്മുടെ ബ്ലഡിലെ RBCയിലെ ഹീമോഗ്ലോബിനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവാണ് നോക്കുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ RBCയുടെ ലൈഫ് സ്പാൻ കൂടുതൽ ആയിട്ട് വരും, ചിലപ്പോൾ ലൈഫ് സ്പാൻ കുറഞ്ഞു വരാം. നമ്മൾ നോർമലി RBCയുടെ ലൈഫ് സ്പാൻ 120 ദിവസം എന്നുള്ള കണക്കിലാണ് HbA1cയുടെ വാല്യൂസും നോർമൽ റേഞ്ചും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിന് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടെങ്കിൽ അവരുടെ RBC കൂടുതൽ കാലം സർക്കുലേഷനിലുണ്ടാവും. കൂടുതൽ കാലം സർക്കുലേഷനിലുണ്ടെങ്കിൽ ആ RBCയിലെ ഹീമോഗ്ലോബിനിൽ കൂടുതൽ കാലം ഗ്ലൂക്കോസ് ചേർന്നിരിക്കും, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ വരും. അപ്പോൾ നോർമലി HbA1c കൂടുതലായിരിക്കും. അപ്പോൾ ആ പേഷ്യൻറ്റിന് HbA1c കൂടുതലാണെങ്കിലും ഡയബറ്റിസ് ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ RBCയുടെ ലൈഫ് സ്പാൻ കുറയുന്ന സാഹചര്യത്തിൽ, ലൈക്ക് ഇപ്പോൾ ഹീമോളൈറ്റിക് അനീമിയ പോലെയുള്ള കണ്ടീഷനിൽ RBC 120 ദിവസം അതിന് ലൈഫ് സ്പാൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ HbA1c അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഗ്ലൂക്കോസായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന ടൈം പീരീഡ് കുറവായിരിക്കും. സോ HbA1c ഫോൾസ്ലി ലോ ആയിട്ട് കാണിക്കും. ചിലപ്പോൾ പ്രമേയം ഉണ്ടായിട്ടും HbA1c ലോ ആയിട്ട് കാണിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന മാർഗ്ഗമാണ് ഒന്ന് ഫ്രക്ടോസാമിൻ എന്ന് പറഞ്ഞ ടെസ്റ്റും പിന്നെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ പറയാം.